ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വർത്താനം? നല്ല മഴയാണില്ലേ ഇപ്പോൾ. പിന്നെ അപ്പോൾ ഒന്ന് അസർക്കത്തെ കുറച്ച് വീഡിയോ ആണ്. അപ്പോൾ ഉച്ചക്ക് കാക്ക വന്നപ്പോൾ പണി കഴിഞ്ഞ് വന്നപ്പോൾ കോഴി കൊടുന്നു. ഉച്ചക്ക് കൂട്ടാനും ഇതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞത് പിന്നെ ഞാനത് ഉണ്ടാക്കിയില്ല. അസറാകുമ്പോൾ ഉണ്ടാക്കിയാൽ രാത്രിക്കൊക്കെ എടുക്കാതെ ഒതിയാണ്ടാണ് ഉണ്ടാക്കാൻ കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു പിരാന്തടിച്ചില്ലേ. പിന്നെ ഞാനങ്ങനെ ഉണ്ടാക്കിയതുമില്ല. അപ്പോൾ കൂട്ടാനില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ കറി പച്ചക്കറിയായിട്ട് കറിയും സാമ്പാറും ഇതൊക്കെ ഉണ്ടായിന്. പക്ഷെ അതൊന്നും അവർക്ക് വേണ്ട. അവർക്ക് ഇറച്ചി മീനോ കോഴിയോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ചോറ് ഇറങ്ങൂലല്ലോ. ഞാൻ എളുപ്പം അത് ഉണ്ടാക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുറേ ആൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതൊക്കെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇട്ടുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ട്, ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ട്. വീഡിയോ അത്ര വലിയ ഇതില്ലതൊന്നും ഇല്ല, എന്നാലും പക്ഷേ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കോഴിയൊക്കെ കഴുകി വെച്ചുകൊണ്ടേ സുറുക്കാർന്ന് വെച്ചാൽ ആ കോഴി നല്ല വൃത്തിയായി കിട്ടുമല്ലോ കുറച്ച് നേരം. ഞാനതങ്ങനെ ചെയ്യാണ്. ഇന്നലെ കോഴി പൊരിച്ച എണ്ണ ഉണ്ടായി കേട്ടോ. അപ്പോൾ അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിയും തക്കാളിയും വാട്ടിയാണ്ട് കുക്കറിൽ ഉണ്ടാക്കി എളുപ്പമുണ്ടല്ലോ. അടുപ്പൊന്ന് കത്തിക്കാൻ നിൽക്കണ്ടല്ലോ. പക്ഷെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റില്ലേ. എന്തായാലും ഇറച്ചിയായാലും കോഴിയായാലും ഒക്കെ മൺചട്ടിയിൽ ഇങ്ങനെ കടന്ന് വെന്തുങ്ങാണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടം. എല്ലാവർക്കും ഇറച്ചിയൊക്കെ ആയാലും കോഴി ആയാലും ഒക്കെ അങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടം. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചാൽ മടിയായിട്ട് അങ്ങനെ ഗ്യാസിൽ ഉണ്ടാക്കുകയാണ്. നല്ലോണം ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിങ്ങാണ്ട് വെളുത്തുള്ളിയും ചെറുള്ളിയും ജീരകമൊക്കെ അരച്ച് ചേർത്ത് മസാലകളൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ കുക്കറിൽ അടിച്ചൊരു വിസിലടിച്ചാൽ കോഴി റെഡി ആയല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത്.
അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പറഞ്ഞമാതിരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.